പഴുപ്പ് നാറുന്ന ആശുപത്രികൾ, കല്ല് നിറഞ്ഞ പുഴുത്തരിയിൽ പുഴുനുളയ്ക്കുന്ന റേഷൻ കടകൾ, മലവും മൂത്രവും കലങ്ങിയൊഴുകുന്ന റെയിൽ ആപ്പീസിലെ പ്ലാറ്റ്ഫോം, അവിടുത്തെ മലം മണക്കുന്ന സിമന്റ് ബഞ്ചുകൾ, തുരുമ്പ് നിറമുള്ള തീവണ്ടികൾ, റോട്ടിലും റെയിലിലും കയ്യിലൊരു ലോട്ടയുമായി നാണം കെട്ടിരുന്ന് വെളിക്കിറങ്ങിയ നമ്മുടെ കോടിക്കണക്കിന് ഭാരതീയ സഹോദരിമാർ. പട്ടണം തോറും മുടങ്ങാതെ നടന്നുവന്ന ഭീകര ബോംബ് സ്ഫോടനങ്ങൾ, കോൺഗ്രസ് കോട്ടയായിരുന്ന നോർത്തിൽ ആണ്ടുതോറും ആവർത്തിച്ച വർഗീയ ലഹളകൾ, ചൈനീസ് യന്ത്രത്തോക്കും നെഞ്ചത്ത് ബുള്ളറ്റ് മാലയുമായി പരസ്പരം കഴുത്തറുത്തും കഞ്ചാവു തോട്ടം നട്ടുണ്ടാക്കിയും വിറ്റും സന്തോഷമായി കഴിഞ്ഞ കുക്കി നാഗ ട്രൈബൽ ക്രിസ്ത്യാനികളും, ക്രമസമാധാന പാലനത്തിന് വരുന്ന BSF CRPF സേനാ വഴികളിൽ തുണിയുരിഞ്ഞ് നിരന്നുനിന്ന് ചെറുക്കുന്ന മണിപ്പൂരി ക്രിസ്ത്യൻ സഹോദരിമാർ, ചൈനീസ് തോക്കും ബോംബും നിലവറയിൽ ഒളിപ്പിച്ച ട്രൈബൽ പള്ളികൾ, യുദ്ധവിമാനം, യുദ്ധോപകരണങ്ങൾ, ചൈനീസ് അതിർത്തിയിൽ റോഡുകൾ, പാലങ്ങൾ, ഒന്നിനും പൈസയില്ല എന്ന് പറഞ്ഞ പിച്ചക്കാരന്റെ ദയനീയ മുഖമുള്ള പ്രതിരോധ മന്ത്രി, അഹങ്കാരത്തിമിർപ്പിൽ നിന്ന മദാമയുടെയും മകന്റെയും മുന്നിൽ കൂപ്പുകൈയുമായി നിന്ന ഒരു പാവ പ്രധാനമന്ത്രി, പണക്കാർക്ക് എണ്ണ വില കുറച്ചു കൊടുത്ത വകയിൽ ഓയിൽ കമ്പനികൾക്ക് ഓയിൽ ബോണ്ട് വരുത്തിവെച്ച 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത, സ്വാതന്ത്ര്യം കിട്ടി 65 ആണ്ടായിട്ടും ശുദ്ധജലം, ടാർ റോഡ്, റെയിൽ, കറണ്ട്, ഗ്യാസ് എത്താത്ത 10,000 ഗ്രാമങ്ങൾ, ഡാറ്റയ്ക്ക് കൊള്ളവില, ഇൻകമിംഗ് കോളിന് വരെ ചാർജ്, സർക്കാർ കുത്തകകളുടെ അഴിഞ്ഞാട്ടം, കണ്ടെയ്നറിൽ വന്ന പാക് പച്ചനോട്ട് കൊണ്ട് ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടി പാവപ്പെട്ടവന് ഒരു പുര കെട്ടാൻ 5-10 സെന്റ് കിട്ടാതാക്കിയ കൊള്ളക്കാരുടെ സിൽബന്ദികളുമായി മാറിയ കേന്ദ്രമന്ത്രി പുങ്കവന്മാർ, കൈവിരലിൽ എണ്ണാവുന്ന എയിംസ്, IIT മെഡിക്കൽ കോളേജുകൾ, നക്സൽ ബാധ കൊണ്ട് നിറഞ്ഞ ട്രൈബൽ സ്റ്റേറ്റുകൾ, അവിടെ FCRA നിയന്ത്രണം നടപ്പാക്കാത്തതുകൊണ്ട് കണക്കില്ലാതെ വന്ന വിദേശ പണം നക്സലുകൾക്കെത്തിച്ച സ്റ്റാൻഡ് ജാമികൾ, പണം കൊടുക്കാതായപ്പോൾ നക്സലുകൾ കഴുത്തെറുത്ത അഭിരാം പാസ്റ്റർമാർ, കള്ളപ്പണം നിലവറയിൽ അട്ടിയിട്ട KP യോനാക്കൾ, ദേശീയരായ ജനതയെ ഓടിച്ചുവിട്ട പെൺകുട്ടികൾ പട്ടാളത്തിന്റെ നെഞ്ചത്ത് ബൗളിങ്ങും, ആൺകുട്ടികൾ പട്ടാള വണ്ടികളിൽ ദഫ്മുട്ടും കളിച്ചു പോന്ന കാശ്മീർ, ആയുധങ്ങളുണ്ടായിട്ടും ഉപയോഗിക്കാൻ അനുവാദമില്ലാതെ നാണം കെട്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു പട്ടാളം. ഇങ്ങനെ എഴുതിയാലും തീരാത്തത്ര വിശേഷ സംഗതികൾ 2014 മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ ചിലപ്പോൾ വിശ്വസിക്കാനിടയില്ല.